സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷം നാളെ സമാപിക്കും. സാംസ്കാരിക ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. വെള്ളയമ്പലത്തിൽ നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കുന്ന ഘോഷയാത്രയിൽ 1000-ൽ പരം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളും 59 ഫ്ലോട്ടുകളും പങ്കെടുക്കും. വെള്ളയമ്പലത്തിൽ നിന്നാരംഭിച്ച കിഴക്കേക്കോട്ടയിൽ അവസാനിക്കുന്ന ഘോഷയാത്രയിൽ 1000-ൽ പരം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളും 59 ഫ്ലോട്ടുകളും ഉണ്ടാകും. നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രമേയം മുൻനിർത്തി കേരളത്തിന് പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങളിലെ ഫ്ലോട്ടുകളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര 9-ാം തീയതി ചൊവ്വാഴ്ച വെള്ളയമ്പലത്തിൽ നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കും. തലസ്ഥാന നഗരിയെ താളലയ വിസ്മയങ്ങളിൽ ആറാടിച്ചുകൊണ്ട് 1000-ൽ പരം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളുടെ അകമ്പടിയോടെ 60ഓളം ഫ്ലോട്ടുകളും ഘോഷയാത്രയിൽ അണിനിരക്കുന്നതാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് വെള്ളയമ്പലത്തെ മാനവീയ വീതിയിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ ഘോഷയാത്ര ആരംഭിക്കും. ആനുകാലിക പ്രാധാന്യമുള്ളതും കൃത്രിമത്വം ഒഴിവാക്കിയതുമായുള്ള ഫ്ലോട്ടുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഫ്ലോട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. VIP പവലിയനുകൾക്ക് മുന്നിലും മ്യൂസിയം ഗേറ്റിന് സമീപത്തെ പ്രത്യേക സ്റ്റേജിലും കലാരൂപങ്ങൾ അവതരിപ്പിക്കും. വിദേശ വിനോദസഞ്ചാരികൾക്ക് ഘോഷയാത്ര വീക്ഷിക്കുന്നതിനായി VIP പവലിയന് സമീപമായി പ്രത്യേക പവലിയനുമുണ്ടാകും. കാണികൾക്ക് ഘോഷയാത്ര വീക്ഷിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. സെപ്റ്റംബർ 9-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.